അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിട്ടു, കോട്ടയം വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഉണ്ടായത്, ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് സമാധാനമായി. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിൽ ഇരിക്കുക? അറപ്പുമൊന്നുമില്ലേ? ഈ ടിനി ടോം ഇങ്ങനെ ഒരു ആരോപണം പരസ്യമായി ഉന്നയിച്ചുവോ? പറഞ്ഞു, നമ്മുടെ പല മെമ്പേഴ്സിന്റെ ഇടയിലും ഇരുന്ന് പറഞ്ഞു. അത് കേട്ടു എന്ന് എന്നോട് വന്ന് പറഞ്ഞത് നീന കുറുപ്പ് ചേച്ചിയാണ്, ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള നീന കുറുപ്പ് ചേച്ചി. അൻസിബയോട് പറഞ്ഞു ടിനി ടോം ഇങ്ങനെ പലരോടും സംസാരിക്കുന്നുണ്ട് എന്ന്. അതെ, നീന കുറുപ്പ് ചേച്ചി ഒഫീഷ്യലി അമ്മയിലേക്ക് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതിയും അയച്ചിട്ടുണ്ട്. ടിനി ടോമിനോട് ഈ കാര്യം ചോദിച്ചുവോ? ഞാൻ പോയിട്ടില്ല. എങ്ങനെ ചോദിക്കാൻ തോന്നും ഒരാൾക്ക്? നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള് വ്യക്തിവൈരാഗ്യം കാരണം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ മറ്റു പലരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നീന കുറുപ്പേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. നമസ്കാരം. അൻസിബന്റെ കേസ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അൻസിബ പറയാണ് ടിനി ടോം എന്നെ ജിഹാദിന്ന് വിളിച്ചു, ടിനി ടോമിൻ്റെ ഡ്രൈവറായി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുത്താമെന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ആലോചിച്ച് നോക്കുക, അൻസിബ തട്ടം കൂടി ഇടില്ല. അങ്ങനത്തെ ഒരാൾ ഒരു നടൻ്റെ ഡ്രൈവറൊക്കെ മതം മാറ്റാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കണമെങ്കിൽ ഇത് ആരുടെ ഭാഗത്താണ് സത്യം? ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ പറയും. അൻസിബ നുണ പറയണോ അതോ ടിനി ടോമാണോ നുണ പറയുന്നത്? എന്തായാലും ഇതിൽ രണ്ടിലൊരാൾ പക്ക വർഗീയവാദിയാണ്, അതിലൊരു സംശയമില്ല. കാരണം എന്താ അറിയോ, പുട്ടിന് തേങ്ങട്ട പോലെ എല്ലാത്തിലും ഈ മതം കുത്തിക്കയറ്റുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിനു മുമ്പ് ഒരു 4 ദിവസം മുമ്പ് ഒരു KSRTCയിൽ ഒരു സംഭവം നടന്നു. ഒരു പെണ്ണിന് പെട്ടെന്ന് കണ്ടക്ടറോട് പറഞ്ഞു ബസ്സൊന്ന് നിർത്തി തരുന്ന, അപ്പോൾ നിർത്തി കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും ആ ഒരു സംഭവം ചാനൽ മൈക്കേറ്റ് വന്നപ്പോൾ അവൾ പറയാണ് എൻ്റെ തട്ടാണോ പ്രശ്നം, എൻ്റെ നിറമാണോ പ്രശ്നം, എൻ്റെ മതമാണോ, എൻ്റെ പേരാണോ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ആലോചിച്ച് നോക്കുമ്പോൾ പേടിയാവുക. കാരണം എന്താ അറിയോ, ഇതിനു മുമ്പൊന്നും നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഹിന്ദു, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഒരു സ്ഥലം വാങ്ങാൻ പോവാണ്, അതായത് വീട് വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനോ. എന്നിട്ട് സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ എന്തേക്കാരം ആദ്യം നോക്കാം, ഇവിടെ നമ്മളെ ആൾക്കാർ എത്ര ഉണ്ട്, അയൽവാസി ചുറ്റുള്ള ആളുകൾ നമ്മൻ്റെ ആൾക്കാരുണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? വീഡിയോ കാണുന്ന ആൾക്കാർ പറയും. ഇതൊക്കെ എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളല്ലേ. അതായത് നമ്മളെ മതക്കാർ അവിടെ ചുറ്റിപ്പറ്റി ഉണ്ടോ എന്നുള്ള കണക്കെടുപ്പ് എടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങുക. എല്ലാവരും അവസ്ഥയല്ല, പക്ഷേ അത് വാങ്ങിയവർക്ക് മനസ്സിലാവും. അത്രത്തോളം മതവർഗീയതയും അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ ഉള്ളിൽ കുത്തിപ്പിടിച്ചിട്ട് അവസാനം നമ്മൾ മതേതരത്വം പീങ്ങി തിന്നുമ്പോഴേ അതൊരു ഇരട്ടത്താപ്പ് നയല്ലേ. എല്ലാവരും അതിൽ പെടുത്തുന്നില്ല, പക്ഷെ നമ്മളെ കേരളത്തിൽ അങ്ങനെ സംഭവം വളർന്നു വരുന്നുണ്ട്. ഒരു ശിശുദിനത്തിന് നമ്മളെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി എന്തെങ്കിലും ഒരു നാരങ്ങ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നബിദിനത്തിന് ചേച്ചി നബിദിനത്തിന് കൊടുത്തു കണ്ടോ, കേരള സ്റ്റോറി കണ്ടില്ലേ, സംഘികളെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാതെ മതേതരത്തെ ഇങ്ങനെ പീങ്ങി തിന്നേണ്ട ആവശ്യം എന്താ? വർഗീയത ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ. അത്രത്തോളം ആൾക്കാരെ മതങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ വൈറലാവുന്നത്. ഇതേ നബിദിനത്തിന് വെള്ളം കൊടുക്കലും നബിദിനത്തിന് ചോറ് കൊടുക്കേണ്ട പരിപാടി ഉണ്ട്. അതിന് എല്ലാ മതക്കാരും വരുന്നതും പണ്ട് മുതലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നേർച്ച ചോറ് വാങ്ങാൻ വരുന്നതും ഉത്സവങ്ങളാവുമ്പോൾ അവിടെ പോകുന്നതും സഹകരിക്കണമൊക്കെ പണ്ട് മുതലേ ഇവിടെ നടന്ന് വരുന്ന സംഭവങ്ങളാണ്. എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷെ അതൊന്നും അന്നൊരു പുതുമുള്ള സംഭവമല്ല. അന്ന് അത്ര വല്ല ആശ്ചര്യം ആർക്കില്ല. ഒരു മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സൗഹൃദം അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നതല്ല, അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സൗഹൃദമായിട്ട് മാറി. അത് മതേതരത്വം പിഴിഞ്ഞു തിന്നലായി മാറി. മനസ്സിലായില്ലേ? അത്രത്തോളം ഗതികെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ വർഗീയത ഇല്ലാത്തൊരു കേരളം എന്നൊക്കെ പറയുന്നതിന് കഥല്ല. അത് പുറത്ത് നമ്മൾ കാണൂല, ഫേസ്ബുക്കിൽ കാണും, പക്ഷേ ആൾക്കാരുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഒരു ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു മുസ്ലിം പേരാണെങ്കിൽ അവൻ സുഡാപ്പി, ഹിന്ദു പേരാണെങ്കിൽ അവൻ സംഘി. എന്ത് ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ട അവൻ ഏത് മതക്കാരനാണ്, അവൻ ഏത് പാർട്ടിക്കാരനാണ്. 2014 ശേഷം കേട്ടോ ഉള്ളത് പറയാം ഇങ്ങനത്തെ ഒരു പ്രവണത കണ്ടു തുടങ്ങിയത്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് വർഗീയപരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫ് കയറ്റയച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊന്ന വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്താ പറയുക, ആ വർഗീയതൊക്കെ അത് ഓപ്പണാണ്. എല്ലാവരും ഒന്നും അടക്കി പിടിക്കണില്ല. അത് നമ്മൾ എല്ലാവരും എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വർഗീയതയാണ്. പക്ഷേ കേരളത്തിൽ ഓരോരുത്തരുടെ ഉള്ളിലും കുറേശ്ശെ ആയിട്ട് ഒരു വർഗീയത ഇങ്ങനെ വളർന്ന് വന്ന് കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു ഒരേ മതത്തിൽപ്പെട്ട ഒരു 4 ആൾ കൂടിക്കഴിഞ്ഞാൽ അവൻ പറയും അവൻ അമ്മൻ്റെ ആളാണോ അവൻ്റെ ആളാണോ എന്ന്. ഇതൊന്നും നിഷേധിച്ചിട്ടൊരു കാര്യമില്ല. കേരളത്തിലെ വർഗീയത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് സൈലൻ്റാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ച ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അറിയാതെ പുറത്തേക്ക് ചാടിയാൽ കണ്ടു. അതിനെ നമ്മൾ പേടിക്കുന്നത്. കാരണം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഇയാൾ നല്ലൊരു മനുഷ്യൻ,
പക്ഷെ അയാളെ ഉള്ളിലെ വർഗീയത അയാൾക്ക് മാത്രമല്ല അറിയുള്ളൂ. അങ്ങനത്തെ ഒരു ഗതികെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ അവസ്ഥ ഒരു 50 വർഷം കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് പേടിയാവുക. എന്തായാലും അന്ന് നമ്മളൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുക. കാരണം അത്രത്തോളം വർഗീയത കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ ഓരോരുത്തരുടെ ഉള്ളിൽ ചെറുതായിട്ട് മുള പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇല്ല എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയോ? ഒരു തലയിൽ തൊപ്പിട്ട ഒരു കാക്ക ഒരു ഹൈന്ദവ സഹോദരന് എന്തെങ്കിലും ഒരു നാരങ്ങ മുട്ടായി മേടിച്ചു കൊടുത്താൽ പോലും അത് വൈറലാണെന്ന്. അത് കേരള സ്റ്റോറിയാണ്, അത് ജനാധിപത്യമാണ്, അത് മതേതരത്വം. ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരന് എന്തെങ്കിലും ഒരു നാരങ്ങാ വെള്ളം മേടിച്ചെടുത്താൽ പോലും വൈറലാവേണ്ട ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ പണ്ടോ ഇവിടെ നടന്ന സംഭവങ്ങളല്ലേന്നോ? അന്ന് ഇതൊരു പുതുമല്ല, ഒരു ആശ്ചര്യമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുത്തു, അത്രേ ഉള്ളൂ ഇതിൽ. അല്ലാതെ ഒരു മുസ്ലിം ഹിന്ദുവിന് കൊടുത്തു, ഒരു ഹിന്ദു നോക്കി നമ്മളെ കേരളത്തിൻ്റെ ആ ഒരു മാധുര്യം നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മതേതരത്വം പീങ്ങി തിന്നുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം വർഗീയത ഇവിടെ മുള പൊട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ വൈറലാവേണ്ടത്. എന്തല്ലേ, എത്രത്തോളം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ മതത്തിലും ആരും വലിയ മെച്ചമൊന്നുമില്ല. കുറേശ്ശെ ആയിട്ട് വർഗീയത ഓരോരുത്തരുടെ ഉള്ളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലയെന്ന് ആർക്കും അറിയാൻ പറ്റും. വീഡിയോ കാണുന്ന നിങ്ങൾ പറയും. ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ എന്ത് പറഞ്ഞാലും അതിൽ മതം വർഗീയതയും കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഓരോന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഈ പെരുന്നാൾക്ക് 2 ദിവസത്തെ പൊതു അവധി കൊടുത്തു. വെള്ളി ശനി അല്ലെങ്കിൽ ശനി ഞായറാണ് ഓർമ്മ ശരിയാണെങ്കിൽ. അതിലും വരുന്ന കമൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. കേരളം ജിഹാദികളുടെ കയ്യിലായി, മറ്റേതായി മറിച്ചതായി. എന്തല്ലേ, പെരുന്നാൾ 2 ദിവസം അവധി പണ്ടേ കൊടുക്കാറുണ്ട് ഏത് സർക്കാരായാലും. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ അറിയോ? വർഗീയത എത്രത്തോളം നമ്മളെ നാട്ടിൽ വളർന്നു കൊണ്ട് വരുന്നുണ്ട്. അതും ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ. ഒന്നും പുറത്ത് കാണിക്കില്ല. ഫേസ്ബുക്കിൽ നിങ്ങൾ ഓരോ കമൻസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പോകും. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇപ്പോൾ ടിനി ടോമിൻ്റെ കേസായാലും KSRTCയുടെ പ്രശ്നമായാലും അതിന് മുമ്പത്തെ കേസുകൾ, ഏത് കേസുകളായി കഴിഞ്ഞാലും അറിയാതെ വർഗീയത അങ്ങനെ പുറത്ത് കാണിച്ച് ആടുമല്ലോ. അപ്പോഴേ നമ്മളതൊക്കെ അറിയുള്ളൂ.